ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നമുക്ക് ഇരുട്ടിൽ നിന്ന് ചില സത്യങ്ങൾ തിരയാം. ഓർമ്മശക്തി അല്ലേ? ഓർമ്മശക്തി ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്നവർ, അല്ലെങ്കിൽ സ്കൂളിൽ ഒരു എക്സാം എഴുതാൻ പോകുന്നവർ, ഇല്ലെങ്കിൽ നമ്മൾ ഓർത്തു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെ പലപ്പോഴും നമുക്ക് ഓർമ്മയിൽ കിട്ടായ്മയും നമുക്കത് ഒരു സ്ഥലത്ത് ഉപയോഗിക്കാൻ കഴിയാത്തതുമായ സാഹചര്യങ്ങൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ദേഷ്യമൊക്കെ വരും. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതൊക്കെ ആയിരിക്കാം. പക്ഷെ നമുക്കത് എക്സാമിലൊന്നും അപ്ലൈ ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരും. നമുക്ക് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കൊരു പരീക്ഷയിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു സ്ഥലത്തിൽ ഓർമ്മയിൽ കിട്ടാൻ നമുക്കത് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു ബുക്ക് വായിക്കുക അല്ലെങ്കിൽ പഠിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പഠിക്കാം? നമ്മൾ ആ ബുക്ക് എടുക്കും, വായിക്കും, മനഃപ്പാഠം പഠിക്കും. എല്ലാവരെയും അല്ല കേട്ടോ, ചിലവരൊക്കെ മനസ്സിലാക്കി പഠിക്കുന്നവരുണ്ട്. അത് നമ്മളത് മനഃപ്പാഠം പഠിക്കും. ഈ മനഃപ്പാഠം പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പിറ്റേ ദിവസം ഒരു എക്സാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഫുൾ മാർക്ക് കിട്ടും അല്ലേ? അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ നമുക്കത് കിട്ടില്ല. അത് കഴിഞ്ഞ് ഒരു മാസം കൂടി കഴിഞ്ഞാൽ നമുക്കൊരു മുക്കാഭാഗം മറന്നു വരുന്നു. എന്തുകൊണ്ടാണായിരിക്കും അത്? നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ വെറുതെ അത് മനഃപ്പാഠം പഠിച്ചത് കൊണ്ട് മാത്രമായില്ല. നമുക്കത് ഒരു ലോങ് ടൈം ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും വീണ്ടും വായിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഓക്കെ, ഒന്ന് ഷോർട്ട് ടൈം മെമ്മറി എന്നും ഒന്ന് ലോങ് ടൈം മെമ്മറി എന്നും. നമ്മൾ കാണുമ്പോഴും നമ്മൾ മനഃപ്പാഠം പഠിക്കുമ്പോഴും എല്ലാം നമ്മുടെ മെമ്മറിയിൽ, ഷോർട്ട് ടൈം മെമ്മറിയിലാണ് ഈ കാര്യം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. അതൊരു 3 ദിവസം വരെ നമുക്ക് ആ ഓർമ്മ ലഭിക്കും. അപ്പം നമ്മൾ ഈ ഷോർട്ട് ടൈം മെമ്മറിയിലുള്ള കാര്യം നമ്മുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ എക്സാമിലേക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ ഒരു സ്ഥലത്ത് നമുക്കത് ഉപയോഗിക്കാൻ കഴിയും. നമുക്കത് എങ്ങനെയാ മാറ്റുക എന്നുള്ള കാര്യം നമുക്കിവിടെ നോക്കണം. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരാം. നമ്മൾ ചില കാര്യങ്ങളൊക്കെ, നമ്മളിപ്പോൾ ഓർമ്മയിലുള്ളതൊക്കെ നമ്മൾ ഇതേപോലെ ഓർത്തിട്ടാണോ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ കിട്ടുന്നത്? അല്ലല്ലോ. അത് നമുക്ക് വെറും ഒരു തോന്നലാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഓർമ്മയിൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ തന്നെ പലതവണ നമ്മൾ കേട്ടിട്ടും പലതവണ നമ്മൾ കണ്ടിട്ടും പലതവണ നമ്മൾ അറിഞ്ഞിട്ടുമൊക്കെയാണ് നമുക്ക് ആ കാര്യങ്ങൾ ഇത്രയും ആഴത്തിൽ നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്നത്. അതേപോലെ നമ്മുടെ മൈൻഡ് മനസ്സിലാക്കുകയാണ് ഇന്ന കാര്യം നമുക്ക് ലോങ് ടൈമിലേക്ക് ആവശ്യമുള്ളതാണ്. അങ്ങനെയാണ് നമ്മുടെ മൈൻഡ് ഈ കാര്യങ്ങളെല്ലാം ഓർത്തു വെക്കുന്നത്. സോ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഒരു പഠിച്ച കാര്യം ലോങ് ടൈം മെമ്മറിയിലേക്ക് മാറ്റാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു ബുക്ക്, ഇല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന ഒരു വ്യക്തി ഒരു ബുക്ക് വായിക്കുകയാണ് എന്നിരിക്കട്ടെ. നമ്മളൊരു 10 പേജ് ഇന്ന് വായിച്ചു. അപ്പം നമുക്കത് ഓർമ്മയിലുണ്ട്. പിറ്റേ ദിവസം ഓർമ്മയിലുണ്ട്. അതിൻ്റെ അടുത്ത ദിവസം ഓർമ്മയിലുണ്ട്. അതിൻ്റെ അടുത്ത ദിവസം ഓർമ്മയിലുണ്ട്. അത് കഴിയുമ്പോൾ ഓർമ്മകൾ കുറഞ്ഞു തുടങ്ങും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ദിവസം പഠിച്ച ആ കാര്യം 3 ദിവസങ്ങൾക്ക് ശേഷം ഒരു വട്ടം വീണ്ടും വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. 3 ദിവസങ്ങൾക്ക് ശേഷം വായിച്ച അതേ കാര്യം ഒരു 7 ദിവസങ്ങൾക്ക് ശേഷം വായിക്കാൻ ശ്രമിക്കുക. 7 ദിവസങ്ങൾക്ക് ശേഷം വായിച്ച അതേ കാര്യങ്ങൾ തന്നെ ഒരു 21 ദിവസങ്ങൾക്ക് ശേഷം വായിക്കാൻ ശ്രമിക്കുക. 21 ദിവസങ്ങൾക്ക് ശേഷം വായിച്ച അതേ കാര്യം ഒരു 45 ദിവസങ്ങൾക്ക് ശേഷം വായിക്കാൻ ശ്രമിക്കുക. ഈ കാര്യം നിങ്ങളുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് അത് കൺവേർട്ട് ആയിട്ടുണ്ടാവും. ഈ കാര്യം നമുക്ക് പലപ്പോഴും അപ്പോൾ പറയും 45 ദിവസം കഴിഞ്ഞ് വായിച്ച കാര്യം നമുക്ക് ലൈഫ് ഫുൾ അങ്ങനെ ഓർമ്മ കിട്ടില്ല. ഈ 45 ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ വായിച്ച കാര്യം നമുക്കൊരു 3 മാസം വരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ഓർമ്മയിലുണ്ട്. അപ്പോൾ 3 മാസങ്ങൾക്കുള്ളിൽ നമ്മൾ വീണ്ടും ഒരു വട്ടം കൂടെ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ തന്നെ, നമ്മളൊരു കാര്യം റിവിഷൻ ചെയ്യുകയും അല്ലെങ്കിൽ അതേ കാര്യം വീണ്ടും വീണ്ടും കേൾക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് ആ കാര്യം ഫിക്സ് ചെയ്യപ്പെടുന്നത്. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു കാര്യവും മനഃപ്പാഠം പഠിക്കാനോ വായിച്ചിട്ട് അങ്ങനെ കാണാതെ ആ പേജ് മുഴുവൻ പഠിച്ചിട്ട് വീണ്ടും തിരിച്ചു തന്നിട്ട് അത് ഞാൻ പഠിച്ചു അങ്ങനെ ചിന്തിച്ച് ഓർത്തെടുക്കുന്നതിന് പകരം
നിങ്ങൾ ഒരു കാര്യം വായിക്കുക, അടുത്ത കാര്യം വായിക്കുക, വീണ്ടും തിരിച്ചു വന്നൊരിക്കൽ കൂടി വായിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ 1-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം, 7-ാമത്തെ ദിവസം, 21-ാമത്തെ ദിവസം, 45-ാം ദിവസം, 3-ാമത്തെ മാസം, ഇങ്ങനെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഈ 3 മാസങ്ങൾക്ക് ശേഷം നമ്മൾ വായിച്ചിട്ടുള്ള ഒരു കാര്യം നമുക്ക് 1 വർഷത്തിലേറെ നമുക്ക് ഓർത്തു വെക്കാൻ കഴിയും. അത് നമ്മൾ ഓർത്ത് വെക്കണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൈൻഡിൽ ഫീഡായിട്ടുണ്ടാവും. അതായത് നമ്മുടെ മനസ്സിനകത്ത് ആ സാധനമുണ്ട്. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ആ ചോദ്യം കാണുകയാണ് എങ്കിൽ അത് നിങ്ങൾ ഓർത്തെടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഉത്തരം കാണിച്ചു തരും. അതായത് നിങ്ങൾ ഈ ചെയ്യുന്ന ആ ഒരു റിപ്പീറ്റേഷൻ കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നേടിയെടുക്കാൻ ആഗ്രഹിച്ച അച്ചീവ്മെൻറ്റ് നിങ്ങളുടെ കൈത്തുമ്പിൽ എത്തിത്തരും. ഓക്കെ, അതായത് റിപ്പീറ്റേഷൻ നിങ്ങൾ മൈൻഡിൽ ഫിക്സ് ചെയ്യുക. ഒരു സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും വായിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ ഈ 1, 3, 7, 21, 45, 90 ഈ ഒരു മാജിക്കൽ കോഡ് നിങ്ങൾ മൈൻഡിൽ ഓർത്ത് വെച്ചുകൊണ്ട് പഠിക്കൂ. നിങ്ങൾ എഴുതുന്ന ഏത് എക്സാമിലും നിങ്ങൾക്ക് വിജയം കണ്ടെത്താം. ഇരുട്ടിൽ നിന്നുള്ള ചില